എല്ലാവർക്കും നമസ്കാരം. கொஞ்ச നാളത്തെ വിശേഷങ്ങളെ പറ്റി ഉള്ള ഒരു കൺഫ്യൂഷൻ கொஞ்ச നാളൊക്കെ ഇരിക്കലേ. കാരണം എപ്പോഴുമേ ഏതായൊരു വിശേഷം എന്താ എന്നൊക്കെ എടുക്കണം ചൊല്ലി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. ഇന്ന് പ്രാവശ്യം ആദ്യ തിരുമ്പി മന്ത്രിക്ക് നവരാത്രിയിലെ വിജയദശമി എന്നൊക്കെ കൊണ്ടാടണം. അതൊക്കെ മെയിനാ. ഇപ്പോ ദുർഗാഷ്ടമി, അതായത് നമുക്ക് പുസ്തകം വയ്ക്കறதுക്കൊന്നും സംശയമൊന്നുമില്ല ആർക്കും. കാരണം എന്നാ 10-ാം തീയതി 10th എന്നൊക്കെയാക്കും ഈവനിങ്ങിൽ നമ്മൾ പുസ്തകമെല്ലാം വെക്കേണ്ടത്. അതുമാതിരി 11th 12th ഇതുമാതിരി സരസ്വതി പൂജ. ചില പഞ്ചാംഗങ്ങളിൽ 11th 12th സരസ്വതി പൂജ, 13-ാം തീയതി വിജയദശമി പോട്ടിருக்கு. ചില പഞ്ചാംഗങ്ങളിൽ ഒരു നാളേക്ക് സരസ്വതി പൂജ, 11-ാം തീയതി 12-ാം തീയതി വന്ന് വിജയദശമി എന്ന് പോട്ടിருக்கு. അപ്പൊ അതാക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ വരെ കാരണം. നവരാത്രിയെ പൊறுத்த വരയ്ക്കും നവരാത്രി ഉള്ളത് ഉദ്ദേശിക്കുന്നത് നവമരാത്രിയല്ല, 9 രാത്രികളല്ല. അപ്പൊ അന്ത തെറ്റിദ്ധാരണയെ നമ്മൾ മാറ്റിക്കണം. കാരണം നവഞ്ചന പുതുശ് എന്നർത്ഥം. നവവരൻ, നവോദയ, പുതിയ വസ്ത്രം കെട്ടുന്നവ നമ്മൾ ചൊല്ലുമേ സാധാരണ. നവധാന്യം, പുതിയ ധാന്യം, 9 ധാന്യമല്ല. നവഗ്രഹങ്ങൾ, 9 ഗ്രഹങ്ങളല്ല, പുതിയ ഗ്രഹങ്ങൾ, അതായത് കലിയുഗത്തിലുള്ള ഗ്രഹങ്ങൾ എന്നർത്ഥം. അപ്പൊ നവഞ്ചന പുതുശ് എന്നർത്ഥം. ഇങ്ങനെ നവരാത്രിക്കും നവന്താൻ ചൊല്ലോ, അതായത് പുതിയ രാത്രി ദേവിയോട് 3 നാൾ ദുർഗയായിട്ടും ലക്ഷ്മി സരസ്വതി അപ്പടി 9 നാള് വിചാരിക്കറ. പക്ഷെ അത് 10 നാളും 11 നാളും ആകും നടത്താം ചുരുക്കത്തില്. അതുകൊണ്ടാണ് ചില വർഷങ്ങളിൽ 10 നാൾ പറഞ്ഞത്, 11 നാളേക്ക് പറഞ്ഞത്. അങ്ങ നവമം ചൊല്ലലേ, 9 ചൊല്ലലേ നടത്താം കുറിപ്പിട്ട്. അപ്പോ നവരാത്രി തന്നെ പുതിയ രാത്രി ദേവിയോട്, അതുதான் மீனிங். அடுத்து வந்து இந்த வருஷத்தை விஜயதசமியை பொறுத்த வரைக்கும் இங்க கன்ஃபியூஷன் மொத்தத்துல. ഓരോ இடத்துலயும் ദേശാചാരങ്ങൾ இருக்கு, கணித பஞ்சாங்கம் இருக்கு, வாக்கிய பஞ்சாங்கம் இருக்கு, கிரக பஞ்சாங்கம் அப்படி ஒரு விதி இருக்கு. மோஸ்ட்லி இப்படி നമ്മൾ എടുക്കുന്ന സമയത്തില് ദേശാചാരം, ഇപ്പൊ കേരളത്തിലെല്ലാം ഒരു ദേശാചാരമുണ്ട്. അന്ത ദേശാചാര പ്രകാരം ഒരു കോവിലുകളില് 13-ാം തീയതി വിജയദശമി ആയിട്ട് ആഘോഷിക്കപ്പോറത്. അതൊക്കെ പ്രമാണവും ഉണ്ട് அதுக்கு. അപ്പൊ നമ്മൾ കേരള കോവിലുകളുമായി ബന്ധപ്പെട്ട, കേരള ആചാരവുമായി ബന്ധപ്പെട്ട ഇരിക്കുന്ന ഇടങ്ങളില് ദേശാചാരத்துக்கு ഒരു മുഖ്യത്വം കൊടുക്കണം. இப்ப வாக்கிய பஞ்சாங்கத்தில் 12-ஆம் தேதி போட்டிருந்தா கூடி, அதே நீங்க பார்த்துட்டு இப்போ ஒரு எக்ஸாம்பிள் சொல்றேன். ஸ்ரீரங்கம் வாக்கிய பஞ்சாங்கத்துல கோவில் தவிர விஜயதசமி 12-ஆம் தேதி போட்டாச்சு. ஆனா கோவில் விஜயதசமி எழுதிட்டு 13-ஆம் தேதி போட்டிருக்கா. அதனால ஸ்ரீரங்கத்தை பொறுத்த வரைக்கும் அவ கொஞ்சம் ஃபாலோ பண்றது இதே மாதிரி கேரளாவோட தேசாச்சாரம் தான் அர்த்தம் ചുരുക്കത്തില്. அப்ப அவ 13-ஆம் தேதி விஜயதசமி கொண்டாடுறா. ஆனா கொஞ்சம் வாக்கிய பஞ்சாங்கங்கள் கொண்டாடப்பட்டவா 12-ஆம் தேதி பண்ணிக்கட்டும், അതിൽ വിരോധം ഇല്ലേ കൊള്ളാ. മലയാള പഞ്ചാംഗത്തില് എനിക്ക് பார்த்தாலே தெரியும், ഉദയത്തിലെ ദശമി വരുന്നത് 13-ആം തീയതി. അപ്പൊ വിജയദശമി അന്നേക്ക് കൊണ്ടാടണം. നമ്മൾ എപ്പോഴുമേ பார்ക്കേണ്ട കാര്യം, മോസ്റ്റ്ലി കൂടുതൽ ആചാരങ്ങൾ ഇല്ലേ, ആചാരത്തെ പറ്റി പോട്ടിരിക്കുന്ന പഞ്ചാംഗങ്ങളായാലും അതില് ഏറ്റവും കൂടുതൽ ചൊല്ലിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുഖ്യത്വം കൊടുക്കണം. അന്ത വിധിപ്രകാരം 13-ആം തീയതി தான் വിജയദശമി കൊണ്ടാടേണ്ടത്. ഇനിയിപ്പോ 12-ആം തീയതി വിജയദശമി പോട്ടിരിക്കുക ചില പഞ്ചാംഗങ്ങൾ എന്നാ അവ ആചാരം പണിക്കിട്ടും. പക്ഷേ എന്നോട് കാൽക്കുലേഷൻ പ്രകാരം എല്ലാം വിശദമാ പഠിച്ചതിലേന്ത് இந்த 10-ആം തീയതി നമ്മൾ പുസ്തകത്തെ പൂജയ്ക്ക് വെക്കണം സായന്ത്രം. 11-ഉം 12-ഉം മഹാസരസ്വതി പൂജയുണ്ട്. 13-ആം തീയതി സൺഡേ അന്നെങ്കിൽ വിജയദശമി കൊണ്ടാടണം. ഇതാക്കും നമ്മൾ അനുമാനിക്കരുത്. അപ്പൊ இந்த ആചാരങ്ങളെ സംശയം ഇരിക്കാതെ വിചാരിക്കറേ. അവ ദേശാചാര പ്രകാരം ആഘോഷങ്ങൾ കൊണ്ടാടുമ്പോ നവരാത്രിയെ കൊണ്ടാടി ഭഗവതിയുടെ അനുഗ്രഹം ഉங்க കുടുംബത്തിലെ എല്ലാവർക്കും கிடைக்கும்.